ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളിൽ അതിപ്രധാനമാണ് ദീർഘങ്ങളുടെ നിയമങ്ങൾ. ദീർഘങ്ങളുടെ ഇനങ്ങളായ അൽ മദ്ദുൽ മുത്തസിൽ, അൽ മദ്ദുൽ മുൻഫസിൽ, മദ്ദുൽ ബദൽ, അൽ മദ്ദുൽ ആരിദ്, ഈ 4 ഇനങ്ങളും കഴിഞ്ഞ സന്ദർഭങ്ങളിൽ നാം വ്യക്തമായി മനസ്സിലാക്കുകയുണ്ടായി. പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ട്, അത് വായിച്ച് പഠിക്കുക. കാര്യങ്ങൾ അതിൽ വളരെ വ്യക്തമായി വിശകലനം ചെയ്യുന്നുണ്ട്. അവസാനമായി അൽ മദ്ദുൽ ലാസിം എന്ന 5ാമത്തെ ഇനമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ലാസിം എന്നാൽ സ്ഥിരപ്പെട്ടത് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദീർഘാക്ഷരമായ അലിഫ് വാവിയ എന്നീ ദീർഘ അക്ഷരങ്ങൾക്ക്, ഹർഫുകൾക്ക് ശേഷം സ്ഥിരപ്പെട്ട സുക്കൂൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ലീനിൻ്റെ ഹർഫായ വാവിയ അവയ്ക്ക് സുക്കൂൻ നൽകുകയും തൊട്ടു മുമ്പിൽ ഫത്ഹ് വരുമ്പോഴുമാണല്ലോ ലീനിൻ്റെ ഹർഫ് എന്ന് പറയുക. അതിനുശേഷം സ്ഥിരപ്പെട്ട സുക്കൂൻ ഉണ്ടാവുക. ലീനിൻ്റെ ഹർഫ് എന്ന് പറഞ്ഞാൽ യാവിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വാവിന് ശേഷം അങ്ങനെ ഒരു പദമില്ല. ചുരുക്കി പറയാം, ദീർഘാക്ഷരങ്ങൾക്ക് ഹർഫുൽ മദ്ദിനോ ഹർഫുൽ ലീനിനോ ശേഷം സ്ഥിരപ്പെട്ട സുക്കൂൻ ഉണ്ടാവുക, ഇതാണ് ലാസിമായ ദീർഘത്തിൻ്റെ കാരണം. ഈ ദീർഘത്തിൻ്റെ ഖദർ, ഇതിൻ്റെ അളവ്, മിഖ്ദാർ 6 ഹറക്കത്തിൻ്റെ അളവാണ്. 6 മാത്ര ദീർഘം നൽകൽ നിർബന്ധമാണ്. ഇത് കലിമത്തുകളിലുണ്ടാവാം. അതേപോലെ സൂറത്തുകൾ, 29 സൂറത്തുകളുടെ തുടക്കത്തിലായി വന്ന ഹുറൂഫ്, അൽ ഹുറൂഫുൽ മുഖത്തഅ, കേവല അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങളിലായിട്ടും വരാം. കലിമത്തുകളിൽ വന്ന ഉദാഹരണം അൽ-ആന, അതേപോലെ അൽ-ഹാഖ. സൂറത്തുൽ ഫാത്തിഹയിൽ നാം വലദ്ദാല്ലീൻ എന്ന് എപ്പോഴും പാരായണം ചെയ്യുന്നു. ഇതൊക്കെ മദ്ദുൽ ലാസിമിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇതൊക്കെ കലിമത്തുകളിലാണ്. അതുകൊണ്ട് ഇതിന് അൽ മദ്ദുൽ ലാസിമുൽ കലിമി എന്ന് പറയുക. ഹർഫുകളിലാകുമ്പോൾ കാഫ് ഹാ യാ ഐൻ സാദ് അലിഫ് ലാം മീം, ഇതൊക്കെയും അൽ മദ്ദുൽ ലാസിം അൽ ഹർഫി എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ പ്രധാനമായി അൽ ഖലിമി, അൽ മദ്ദുൽ ലാസിമുൽ ഖലിമി, അൽ മദ്ദുൽ ലാസിമുൽ ഹർഫി എന്നിങ്ങനെ 2 ഇനങ്ങളാണെന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ഈ ഖലിമിയായിരുന്നാലും ഹർഫിയായിരുന്നാലും ദീർഘാക്ഷരത്തിന് ശേഷം സ്ഥിരപ്പെട്ട സുക്കൂൻ, ഹർഫുൽ മദ് അല്ലെങ്കിൽ ഹർഫുൽ ലീനിന് ശേഷം സ്ഥിരപ്പെട്ടതായ സുക്കൂൻ, അത് വഖഫിൽ വസ്ലിൽ വ്യത്യാസമില്ല, എപ്പോഴും സ്ഥിരപ്പെട്ടതാണ്. ഇതാണല്ലോ ഇതിനുള്ള കാരണം. ഈ സുക്കൂൻ ഉള്ള അക്ഷരം, ദീർഘാക്ഷരത്തിന് ശേഷം ഉച്ചരിക്കപ്പെടുന്ന ഈ അക്ഷരത്തിന് ശദ്ദുണ്ടെങ്കിൽ ആ ദീർഘത്തിന് മുസഖൽ എന്നും, വെറും സുക്കൂൻ മാത്രമാണെങ്കിൽ ആ ദീർഘത്തിന് മുഖഫഫ് എന്നും പറയുന്നു. കലിമി മുസഖൽ, കലിമി മുഖഫഫ്, ഇതിൻ്റെ ഉദാഹരണങ്ങൾ നാം പറഞ്ഞു കഴിഞ്ഞു. അതിൽ തന്നെ ഉണ്ട് ഉദാഹരണം അൽ-ആന, ഇത് കലിമി മുഖഫഫിൻ്റെ ഉദാഹരണമാണ്. സൂറത്ത് യൂനുസ് 51-ലും 91-ലും മാത്രമായി വന്ന ഈ പദം മറ്റെവിടെയും ഇതുപോലെ മുഖഫഫ്, കലിമി മുഖഫഫിനുള്ള പദങ്ങൾ, ഉദാഹരണങ്ങൾ വന്നിട്ടില്ല. ആ വചനങ്ങൾ ഇങ്ങനെയാണ്: الآن وقد كنتم به تستعجلون. സൂറത്ത് യൂനുസ് 51-ലാണ്. الآن وقد عصيت قبل وكنت من المفسدين. സൂറത്ത് യൂനുസ് 91. ഈ ഒരു പദം മാത്രമാണ് കലിമി മുഖഫഫിനുള്ളതായി ഉദാഹരണമായി പരിശുദ്ധ ഖുർആനിലുള്ളത്. ഇവിടെ ദീർഘാക്ഷരത്തിന് ശേഷം വ്യക്തമായ സുക്കൂൻ മാത്രമാണുള്ളത്, ഷദ് ഉള്ള അക്ഷരമല്ല. എന്നാൽ അൽ മദ്ദുൽ ലാസിമുൽ അൽ ഖലിമി അൽ മുസഖൽ ഇതിനുള്ള ഉദാഹരണം നോക്കൂ.
അൽ-ഹാഖ. ഇവിടെ ദീർഘാക്ഷരത്തിന് ശേഷം ഖാഫിന് ശദ്ദുണ്ട്. അതിൽ സുക്കൂനുമുണ്ട്. സുക്കൂനാണല്ലോ ഉച്ചാരണത്തിൻ്റെ അടിസ്ഥാനം. ആ ശദ്ദു കൂടി ഉള്ളതുകൊണ്ട് മുസക്കൽ എന്ന് ഇതിന് പേര് പറയുന്നു. ഇവിടെ അലിഫാണ് ഈ ഉദാഹരണത്തിലുള്ളത്. എന്നാൽ വാവും അലിഫും വാവും വന്ന ഒരു പദം നോക്കൂ. ഖാല അതുഹജ്ജൂനി ഫില്ലാഹി വഖദ് ഹദാൻ. സൂറത്തുൽ അൻആം 80-ാമത്തെ വചനമാണ്. ഇതിൽ അലിഫും വാവും വന്നിട്ടുണ്ട്. അതിനുശേഷം ഷദ്ദുള്ള ഹർഫിനെ ഉച്ചരിക്കുന്നു. 6 ഹറക്കത്തിൻ്റെ അളവിൽ ഈ ദീർഘങ്ങളെ ദീർഘിപ്പിക്കണം. ഇതൊക്കെ നാം മനസ്സിലാക്കി. മുസക്കൽ കലിമിയുടെ ഉദാഹരണമാണ് ഇവ രണ്ടും. യാഇന് ശേഷം ഇപ്രകാരം ഷദ്ദുള്ള അക്ഷരം വന്ന ഉദാഹരണം പരിശുദ്ധ ഖുർആനിലില്ല. അല്ലെങ്കിൽ അൽ മദ്ദുൽ-ലാസിം യാഇന് ശേഷം കലിമി വന്നത് പരിശുദ്ധ ഖുർആനിലില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. സൂറത്തുകളുടെ തുടക്കത്തിൽ വന്ന ഹർഫുകൾ നാം പറഞ്ഞു. 29 സൂറത്തുകളുടെ തുടക്കത്തിലാണ് കേവല അക്ഷരങ്ങൾ വന്നിട്ടുള്ളത്. അവ ആകെ 14 അക്ഷരങ്ങളാണ്. 14 ഹർഫുകളിലാണ് ഇപ്രകാരം 14 ഹർഫുകളാണ് ഇപ്രകാരം 29 സൂറത്തുകളുടെയും തുടക്കത്തിലായി വന്നിട്ടുള്ളവ. ഈ ഹർഫുകൾ നമുക്ക് ഈ വാചകം മനഃപ്പാഠമാക്കിയാൽ ആ ഹർഫുകൾ നമുക്ക് ഓർത്തു വെക്കാം. എന്താണ് ആ വാചകം? സിൽഹു സുഹൈറാ മൻ ഖതഅക്. മറ്റൊരു വാചകം നസ്സുൻ ഹകീമുൻ ഖാതിഉൻ ലഹു സിർ. ഈ വാചകം ഓർത്തു വെക്കുക. ഇതിൽ അടങ്ങിയ 14 ഹർഫുകൾ ഇവയാണ് സൂറത്തിൻ്റെ തുടക്കത്തിലായി വന്നിട്ടുള്ളവ. എന്നാൽ ഇതിൽ നിന്ന് ദീർഘം നൽകുക വെറും 8 അക്ഷരങ്ങൾക്ക് മാത്രമാണ്. കം നഖസ അസൽ എന്ന വാചകത്തിലുള്ള 8 അക്ഷരങ്ങൾ. കാരണം കാഫ് എന്ന് പറയുമ്പോൾ അതിൽ മധ്യത്തിൽ ദീർഘാക്ഷരമായ അലിഫുണ്ട്, അന്ത്യത്തിൽ സുക്കൂനുള്ള ഫ ഉണ്ട്. അപ്രകാരം ബാക്കി അക്ഷരങ്ങളും നോക്കുക നിങ്ങൾ. എന്നാൽ ഹയ്യുൻ തഹുർ എന്ന 5 അക്ഷരങ്ങളിൽ എന്തില്ല? ദീർഘങ്ങളില്ല. അഥവാ തബീഇയായ 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം മാത്രമാണ്. ഹ യ ത ഹ റ. ഇപ്രകാരം 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള തബീഇയ ദീർഘമാണ് അവിടെ നൽകുക. അലിഫ് എന്ന അക്ഷരവും വന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ദീർഘത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. അലിഫ് ലാം എന്നല്ലേ നാം പറയുക. അലിഫ് ലാം റ എന്ന് പറയുമ്പോൾ അലിഫ് എന്നതിൽ ദീർഘമില്ല. ഈ ഹർഫിയായ ദീർഘങ്ങളെയും മുസക്കലെന്നും മുഖഫഫ് എന്നും വേർപിരിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കൂ. ആദ്യമായി അൽ മദ്ദുൽ-ലാസിം, അൽ ഹർഫി, അൽ മുഖഫഫ്. കാഫ് ഹാ യാ ഐൻ സ്വാദ്. ഇതിൽ 3 അക്ഷരങ്ങൾക്കാണ് മദ്ദുൽ-ലാസിം കൊടുക്കുന്നത്. ആ 3 ഹർഫുകളുടെ ദീർഘവും കലിമി മുഖഫഫാണ്. ദീർഘാക്ഷരത്തിന് ശേഷം വെറും സുക്കൂൻ മാത്രമേ ഉള്ളൂ, ഷദ്ദുള്ള അക്ഷരമില്ല. ഹ യ എന്നതിന് ദീർഘം തബീഇ മാത്രമാണ് നാം മനസ്സിലാക്കി. ഐൻ എന്ന് പറയുമ്പോൾ അവിടെ 2 വജ്ഹ് സ്വീകരിക്കാവുന്ന. ഒന്നുകിൽ തവസ്സുത്ത് 4 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമാക്കാം, അല്ലെങ്കിൽ ഇഷ്ബാ 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകുകയുമാവാം. ഇവിടെ ഐൻ എന്ന് പറയുമ്പോൾ അന്ത്യത്തിൽ സാക്കിനത്തായ നൂനുണ്ട്, ശേഷം സ്വാദ് ഉച്ചരിക്കുന്നു. എന്താണ് ഹുക്മ്? ഇഖ്ഫാ ഹഖീഖി, മറച്ച് മണിച്ചുകൊണ്ട് അവിടെ ഉച്ചരിക്കണം. ആ മണിക്കൽ തഫ്ഖീം വേണം, കാരണം സ്വാദാണ് ശേഷമുള്ളത് എന്നതുകൊണ്ട്. സ്വാദ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ദാലിന് ഖൽഖല കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ഉദാഹരണം അലിഫ് ലാം റ ഖാഫ്. ഇതൊക്കെ കലിമി മുഖഫഫിൻ്റെ ഉദാഹരണങ്ങളാണ്. സൂറത്തുൽ ഖലമിൻ്റെ തുടക്കത്തിൽ നൂൻ. ഇതൊക്കെ നമുക്ക് മുഖഫഫിൻ്റെ ഉദാഹരണങ്ങളായി മനസ്സിലാക്കാം.
المد اللازم المد اللازم كلمية لا المد اللازم الحرفي المخفف المد اللازم الحرفي المخفഫിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി അൽ മദ്ദുൽ ലാസിം അൽ ഹർഫി അൽ മുസഖലിൻ്റെ ഉദാഹരണം നോക്കൂ. അലിഫ് ലാം മീം. ഇതിൽ ആദ്യത്തേത് രണ്ട് ലാസിമായ ദീർഘങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് എന്താണ്? മുസഖലാണ്. കാരണം അതിന് ശേഷം ഷദ്ദുള്ള മീമാണ് ഉച്ചരിക്കുന്നത്. ലാം എന്ന് പറഞ്ഞ് സാക്കിനത്ത മീം, ശേഷം ഹറക്കത്തുള്ള മീം, ഇവ രണ്ടിനെയും ഇദ്ഗാം ചെയ്ത് ഷദ്ദുള്ള ഒറ്റ മീമാക്കി മാറ്റുന്നു. അതുകൊണ്ട് ഈ ദീർഘം ലാം എന്ന ദീർഘം മുസഖലാണ്, രണ്ടാമത്തേത് മുഖഫഫുമാണ്. ത്വാസീം മീം. ഇതിൽ സീൻ എന്ന് പറയുമ്പോഴുള്ള ആ യാഇൻ്റെ ദീർഘം മുസഖലാണ്. കാരണം നൂനിനെ മീമിൽ ഇദ്ഗാം ചെയ്ത് ഷദ്ദുള്ള മീമാക്കി മാറ്റുന്നു, അഥവാ യാഇന് ശേഷം ഷദ്ദ് വരുന്നു എന്നർത്ഥം. വീണ്ടും അലിഫ് ലാം മീം സ്വാദ്. ആദ്യത്തെ ദീർഘം മുസഖലാണ്, മറ്റേത് രണ്ടും മുഖഫഫാണ്, നേരത്തെ സൂചിപ്പിച്ച പോലെ. ഇവിടെ നാം അറിയേണ്ട ഒരു കാര്യം, സൂറത്ത് ആൽ ഇമ്രാനിൻ്റെ തുടക്കത്തിൽ ഇതുപോലുള്ള അക്ഷരങ്ങൾ അലിഫ് ലാം മീം എന്ന് വന്നിട്ടുള്ളത് അടുത്ത വചനവുമായി ചേർത്തോതുമ്പോൾ രണ്ട് രീതി സ്വീകരിക്കാം. ഒന്ന് ഖസ്റുൽ മീം, മീമിനെ ഖസ്ർ ചെയ്യുക, ദീർഘം നൽകാതെ. എങ്ങനെയാണത്? അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇങ്ങനെ തബീഇയ ദീർഘം മാത്രം നൽകി ഖസ്ർ ചെയ്തുകൊണ്ട് ഓതുക. രണ്ടാമത്തേത് മദ്ദുൽ മീം, മീമിനും ലാസിമായ ദീർഘം പൂർണ്ണമായും നൽകി അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പാരായണം ചെയ്യുക. സൂറത്തുകളുടെ തുടക്കത്തിൽ വന്നിട്ടുള്ളത് 14 ഹർഫുകളാണ്. ആകെ 29 സൂറത്തുകളുടെ ആരംഭത്തിലാണ് എന്നൊക്കെ നാം പറയുകയുണ്ടായി. അവയുടെ പൂർണ്ണമായ വിവരണം പുസ്തകത്തിലുണ്ട്. അതിൻ്റെ ഉച്ചാരണ രൂപവും എഴുതിയിട്ടുമുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കൂ. ആവർത്തിച്ച് വന്ന അലിഫ് ലാം മീം എന്നത് നിങ്ങൾക്ക് കാണാം. അതേപോലെ ശേഷം അലിഫ് ലാം മീം സ്വാദ്. ശേഷം ആവർത്തിച്ച് വന്ന മറ്റൊരു രൂപമാണ് അലിഫ് ലാം റാ. ശേഷം സൂറത്തുർ റഅദിൽ മാത്രം അലിഫ് ലാം മീം റാ. സൂറത്തു മറിയം കാഫ് ഹാ യാ ഐൻ സ്വാദ്. طه طه. سورة الشعراء والقصص طاسيم ميم. سورة النمل طاسين ياسين ياسين. سورة صاد സാദ്. ആവർത്തിച്ച് വരുന്ന ഹവാമീം എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുകളാണ്. ഹാമീം എന്ന് തുടങ്ങുന്നത് നിങ്ങൾക്ക് പുസ്തകത്തിൽ നോക്കാം. ഹാമീം ഷൂറായുടെ തുടക്കത്തിൽ മാത്രം ഹാമീം.
ഐൻ സീൻ ഖാഫ്. ഇവയുടെയൊക്കെ ഇടയ്ക്ക് സാക്കിനത്തായ നൂന് വരുന്നു. അതിൻ്റെ ഹുക്മൊക്കെ നാം ഓർക്കണം. ഇഖ്ഫാ ചെയ്യണം. അതിൽ തഫ്ഖീമും തർക്കീഖും ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ച് ഓതുക. സൂറത്തുൽ ഖാഫ്, അതുപോലെ അവസാനമായി സൂറത്തുൽ ഖലം. ഖാഫ് നൂൻ. ബാറക്കല്ലാഹു ഫീക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.